അതായത് പിന്നെ ഈ മുഖം പ്രകാശിച്ചു വരാന് അതിന്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ 4 കാര്യങ്ങളാണ്. ഇതുണ്ടാകണം എന്നുള്ളതാണ്. അത് വ്യത്യസ്തമായ ഹദീസുകളിലൂടെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നമ്മൾ ഈ ആയത്തിൽ പറഞ്ഞല്ലോ, അവര് നല്ലൊരു വരവ്, നല്ല ദറജ ഉണ്ടാവും. ആ ദറജന്റെ കാരണം അബസ സൂറത്തിലാണ് പറയുന്നത്. സൂറത്തിൽ അതിന് ഒന്ന് പറയുന്നത് സ്വലാത്തുൽ ലൈലാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നത്, അങ്ങനെ വലിയ ദറജ കിട്ടുന്ന ആളുകൾ നല്ല പുഞ്ചിരിയോടുകൂടെ വരാന് ഒന്നാമത്തെ കാരണം എന്താ വെച്ചാല് സ്വലാത്തുൽ ലൈലാണ്. സ്വലാത്തുൽ ലൈൽ എന്ന് പറഞ്ഞാല് തഹജ്ജുദാണ്. എത്രയായാലും വേണ്ടില്ല, മിനിമം ഒരു 2 റക്അത്ത്. അതാണ്. ഇത് നമ്മളെല്ലാവരും 2 റക്അത്ത് നമ്മൾ സുബഹിക്ക് നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും നിസ്കരിക്കാൻ കഴിയുന്നതാണ്. രണ്ടാമത്തെ കാര്യം സ്വലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളുടെ മേലുള്ള സ്വലാത്താണ്. നോക്കൂ, അതൊക്കെ നമ്മളെല്ലാവരും ചെയ്യുന്നതല്ലേ. സ്വലാത്ത് അള്ളാഹിന്റെ തിരുദൂതരുടെ മേലിൽ നമ്മൾ സ്വലാത്തില്ല. അതിനാണ് ഈ ശുദ്ധിന്റെ ആവശ്യമില്ല, നമ്മളൊക്കെ സൗകര്യം പോലെ ചെയ്യാം. അതാണ് പിന്നെ രണ്ടാമത്തെ. മൂന്നാമത്തേത് വളുവാണ്. വളു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിസ്കരിക്കാൻ എന്തായിരുന്നാലും വളുവാണ്, ഷർത്താണ്. അല്ലാത്ത സമയത്ത് തന്നെ നമ്മൾ വളുവിലാണ്. ഇനി ഇവിടെ വേറൊരു വിശദീകരണം കാണുന്നത് വേറൊരു ആയത്ത് പറയുന്നുണ്ട്. അതായത് ഈ പരലോകത്ത് നല്ല ഉയർന്ന ദറജ കിട്ടുന്ന ആൾക്കാര്, ഈ ദറജ കിട്ടുന്ന ആൾക്കാര് ഓല് പോകുമ്പോ, ഈ ദറജ കിട്ടുന്ന ആൾക്കാർ പോകുമ്പോ ഓല മുന്നിക്ക് ഭയങ്കര ലൈറ്റ് ഇങ്ങനെ പോകുന്നതാണ്. അതിനെപ്പറ്റി ഖുർആൻ പറയുന്നത്, അവരെ മുന്നിലൂടെ അതുപോലെ വലതുഭാഗത്തിലൂടെ പ്രകാശം മുന്നിൽ ഇങ്ങനെ അടിക്കുന്നതാണ്. നമ്മൾ ഈ പിന്നെ നമ്മളെ ഹറമിലൊക്കെ പെരുന്നാക്കുണ്ട്, ആ ക്ലോക്ക് ടവറിന്റെ മുകളിൽ നിന്നൊരു ലൈറ്റ് അടിക്കല്. പെരുന്നാളല്ലേ, മാസം കണ്ടു എന്ന് ഉറപ്പാകും ഒരു അടയാളായിട്ട്. നമ്മളവിടെ അവിടെ സർക്കസിനൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അവിടെ കാണാൻ ലൈറ്റ് അങ്ങനെ ദൂരത്തു നിന്നൊക്കെ വരുന്നല്ലോ, അവർക്ക് എത്തണമെങ്കിൽ നമുക്ക് അറിയും അല്ലേ. അങ്ങനെ എന്നപോലെ ഹെഡ്ലൈറ്റ് മോഡല് മോമിനിയങ്ങൾക്ക് സിറാത്ത് പാനം കിടക്കുമ്പോൾ ഒരു പ്രകാശം കൊടുക്കുകയാണ്. ഇത് രണ്ടും കൂടി തട്ടിച്ചിട്ടുണ്ട് ഹദീസിനെ, ആയത്തിനെ. അതായത് അങ്ങനെ ആ പ്രകാശമായിട്ട് ഇങ്ങനെ മോമിനിയങ്ങൾ നല്ല റാഹത്തായിട്ട് സിറാത്ത് പാനം കടന്നു പോകുമ്പോ ഇത് കിട്ടാത്തൊരു ബാക്കിലുണ്ടാവും. അപ്പൊ ഈ ബാക്കിൽ നിന്ന് ഇവരിങ്ങനെ വിളിക്കും അത്രേ. എന്താ പറയാ, ഖുർആൻ പറയാണ്, നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുക. ബാക്കിലുള്ളവര് പറയാണ്, നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കൂ, നഖ്തബിസു മിൻ നൂരിക്കും, നിങ്ങൾ ആ പ്രകാശത്തു നിന്ന് ഒരല്പം ഞങ്ങൾ എടുത്തോട്ടെ. നിങ്ങൾ എന്ത് റാഹത്തിൽ പ്രകാശമായിട്ടും പോകണം, ഞങ്ങൾക്കും കുറച്ച് പ്രകാശം വേണം, നിങ്ങളൊന്നുകൂടി തിരിഞ്ഞു നോക്കിയും. പക്ഷെ ഇവര് തിരിഞ്ഞു നോക്കൂല. അവിടെ ഒരു സ്വന്തം കാര്യം നോക്കല. ആ അള്ളാഹു അങ്ങനെ ആക്കുകയാണ്. കുഞ്ഞാവ് നല്ലോണം കളിയാക്കിയോലേക്കാണ് ചിലപ്പോ. അപ്പോ നമ്മളുണ്ടല്ലോ ഒരു പള്ളിക്ക സ്വലാത്തിനൊക്കെ ഇരുന്നാല് ചില ആൾക്കാർ ഇവൽക്കൊന്നും വേറെ ഒരു പരിപാടി ഇല്ലാറ് ഒരു കളിയാക്കലുണ്ടാവും ചിലപ്പോ. നോക്കണം, ബാക്കിൽ ഓര് വന്നിട്ട് ഓര് പറയണം, ഒന്ന് തിരിഞ്ഞു നോക്കി, നിങ്ങൾ ആ പ്രകാശം കുറച്ച് തരി, ഞങ്ങളും വല്ലാത്തൊരു ഇടങ്ങേറിലാണ്. അപ്പോ അല്ലാഹു പറയാൻ ഖീല പറയപ്പെടും, ഒരാശരീരി വരാണ്, ഇർജിഉ ഇലാ വറാഇകും ഫൽതമിസൂ നൂറാ, ബാക്കിക്ക് പോയിക്കോളി, അതായത് ദുനിയാവുക്ക് പോയിക്കോളി, എന്നിട്ട് ഞങ്ങൾക്ക് ഈ പ്രകാശം കിട്ടാൻ എന്താ കാരണം അതവിടെ പോയിട്ട് ചെയ്തിട്ട് വരികയും. പരിഹാസാണ്. ഈ പിറകോട്ട് പോകുക എന്നല്ല, നേരെ സിറാത്ത് പാലത്തൊന്ന് ബാക്കടിക്കാന്നല്ല, ദുനിയാവുക്ക് മടങ്ങിക്കോളി, ഒന്നും വെറുതെ കിട്ടിയതല്ല ഞങ്ങൾക്ക്, നിങ്ങളവിടെ പോയി അന്വേഷിച്ച് വന്നോളി, ചെയ്ത് വരി, ചെയ്യാൻ ഒരു ചാൻസുമില്ലല്ലോ. ആ 4 കാര്യങ്ങളാണ്. ഉള്ളിനെ മുറിച്ചു എന്നാണ്. സ്വലാത്തൊരു പ്രകാശാണ്, വളു അങ്ങനെ തന്നെയാണ്, കാരണം അഴുക്ക് നീക്കുകയാണ്. അതാണല്ലോ മുഖവും കൈകാലുകളും വെളുത്തവരെ എന്ന് വിളിക്കപ്പെടുന്ന നബിതങ്ങൾ പറഞ്ഞില്ലേ, വളുവിനെ പരിപൂർണ്ണാക്കിയ. ഇവിടെ വേറെ വിശദീകരണം എന്താ അറിയാം, തണുപ്പുള്ള സമയത്ത് രണ്ടും വ്യത്യാസം. തണുപ്പുള്ള സമയത്ത് എന്ത് ചെയ്യാ, ഒന്ന് കുറച്ച് കൂടുതൽ കഴുകുക. തണുപ്പുള്ള സമയത്ത് നമുക്കൊരു മടിയേക്കാരം വെള്ളം ഉപയോഗിക്കാം. അവ തണുപ്പുള്ള സമയത്ത് കുറച്ചും കൂടി കൂടുതലാക്കുക. ഇവിടെ നന്മ ചെയ്താൽ മാത്രം പോരാ, നയത്തിൽ സംസാരിക്കണം. നന്മ ചെയ്യാനിപ്പോ പിന്നെ അരിയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇമ്മറിഞ്ഞു ഇന്ന് മീൻ വാങ്ങട്ടോ, അപ്പൊ അവനാണ് മീനാണ് കൊണ്ടുപോയിട്ടാ കീസറോ അറ്റ വെച്ചുകൊടുക്കൽ ഉമ്മാന്റെ മുന്നിക്ക്, ഇതാ തിന്നോളി, അയിലെന്നുണ്ട്, അതല്ലേ വേണ്ട, തിന്നോളി, വില ഒന്നും നിങ്ങൾക്ക് അറിയണ്ടല്ലോ, അത് നന്മ തന്നെയാണ്.
പക്ഷെ അതിലൊക്കെ ഒരു രസം ഉണ്ടാവില്ല. ഇമ്മ അത് നന്നാക്കുമ്പോ അങ്ങനെ ചിന്തിക്കും, ഓങ്ങോട്ട് ചാടി കളിച്ചിട്ടെന്ന്. വാപ്പ മരുന്ന് വാങ്ങാൻ പറയുമ്പോ മരുന്നൊക്കെ ചിലപ്പോ കൊടുന്നെടുക്കും, പക്ഷേ ഒരു ചാടി കളിച്ചല അറിയിട്ടാണ്. ചില കുട്ടികൾക്ക് വല്ലാതെ ഉണ്ട്. കേവലം അള്ളാഹു തആല നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് എത്രയോ മാതാപിതാക്കൾ അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ട്. സാരല്ല, അതൊക്കെ ചിലപ്പോ ഇങ്ങനത്തെ ഒന്ന് കേൾക്കാനും വരൂല, ഒന്ന് കിട്ടിയാൽ മതി, എന്നാ കുറേ ശരിയാവും. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മള് അങ്ങനെ കുറെ നേരിട്ട് സംസാരിക്കും, ക്ലാസ്സിലല്ലാതെ സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് ഈ വിഷയം അറിയുമ്പോ അപ്പോഴാണ് ഇങ്ങനെ ഇതിന്റെ ഗൗരവമൊക്കെ ഓല് ആലോചിക്കണ്ടേ. ചിലർക്ക് പിന്നെ പറഞ്ഞ ഉടൻ തന്നെ പെട്ടെന്ന് തന്നെ നന്നായാല് ഒരു മോശമല്ലേ എഴുതിയാണ് മെല്ലെ 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 ഇങ്ങനെയാണ് ആ ദീക്കട് കയറും. എന്നാലും അൽഹംദുലില്ലാഹ് രക്ഷപ്പെടും. അപ്പൊ ഇതൊന്നും എല്ലാവരും ഒന്ന് പ്രത്യേകം ഒന്ന് നോക്കിയാൽ